ഇത്തരം മറച്ചുപിടിക്കലും വ്യാജ പ്രതീതി നിർമ്മാണവും എല്ലാ രംഗത്തുമുണ്ട്. വേറൊരു ഉദാഹരണം, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നാണ് ആസൂത്രണ പ്രക്രിയ. അതിന് വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിട്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിന് വ്യക്തമായ ദിശാബോധം നൽകിയിരുന്ന ആസൂത്രണ കമ്മീഷനെ 2015 നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കി. അത് വലിയൊരു നയപരമായ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ആസൂത്രണ കമ്മീഷൻ അടച്ചുപൂട്ടുക എന്നത്. പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. അതോടെ ദശകങ്ങളായി നിലനിന്നിരുന്ന പദ്ധതിയേതര വിഭജനം കേന്ദ്ര ബജറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. സാങ്കേതികവും ശാസ്ത്രീയവുമായ ആസൂത്രണത്തിന് പകരം ബജറ്റ് വീതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ധനമന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാത്രമായി വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്കെത്തി. കേന്ദ്രത്തിൻ്റെ ഈ നടപടിക്ക് പിന്നാലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ആസൂത്രണ ബോർഡുകൾ പിരിച്ചുവിട്ടു. ബജറ്റുകളിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ആസൂത്രണം ഉപേക്ഷിക്കുന്നതിലൂടെ റവന്യൂ ചെലവുകൾ കുറക്കാനാവുമെന്നും കൂടുതൽ തുക വികസന പ്രവർത്തനങ്ങൾക്കായി മൂലധന ചെലവ് മാറ്റിവെക്കാനാവുമെന്നുമാണ് അന്ന് ഇതിൻ്റെ വക്താക്കൾ ഉയർത്തിയ പ്രധാന വാദം. എന്നാൽ കേന്ദ്രത്തിൻ്റെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി NIPFP നടത്തിയ പുതിയ പഠനം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 18 സംസ്ഥാനങ്ങളുടെ ശരാശരി മൂലധന ചെലവ് മൊത്തം ചെലവിൻ്റെ 12.8% ആസൂത്രണ ബോർഡുകൾ നിർത്തലാക്കിയതിന് ശേഷമുള്ള 2017-18 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ ഇത് 11.3% കുറഞ്ഞു. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ ഇത് 12.2%-ലെത്തിയെങ്കിലും ആസൂത്രണ ബോർഡുകൾ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴും പിന്നിലാണ്. ചുരുക്കത്തിൽ ആസൂത്രണ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചതുവഴി സംസ്ഥാനങ്ങളിൽ മൂലധന നിക്ഷേപം വർദ്ധിച്ചില്ല, അത് കുറയുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതേ പഠന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. കേന്ദ്രം ആസൂത്രണ കമ്മീഷനെ ഉപേക്ഷിച്ചപ്പോഴും ആസൂത്രണ പ്രക്രിയയുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത്.
ആസൂത്രണ ബോർഡ് നിലനിർത്തുകയും ബജറ്റിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ തുടരുകയും ചെയ്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൻ്റെ മൂലധന ചെലവ് 6.3%. ആസൂത്രണ ബോർഡുകൾ ഇല്ലാതാക്കി മറ്റ് സംസ്ഥാനങ്ങൾ തളർന്നപ്പോൾ കേരളം ആസൂത്രണം ശക്തിപ്പെടുത്തിയതിലൂടെ 2017-22 കാലയളവിൽ ഇത് 7.5% വർദ്ധിപ്പിച്ചു. തുടർന്നുള്ള 2022-24 വർഷങ്ങളിൽ ഇത് വീണ്ടും ഉയർന്നു 8.2% ഉയർന്നു.